നാച്ചർ ഇസ് ദ ബെസ്റ്റ് ഹീലർ. പ്രകൃതിയാണ് ഏറ്റവും വലിയ ചികിത്സകനെന്ന് നമുക്കറിയാം. ഇന്ന് നവംബർ 18 ദേശീയ നാച്ചുറോപ്പതി ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുകയാണ്. 1700 കാലഘട്ടത്തിൽ ഓസ്ട്രിയയിൽ ജീവിച്ചിരുന്ന ഡോക്ടർ വിൻസെന്റ് പ്രിസ്നിറ്റ്സ് ജലചികിത്സ എന്ന രൂപത്തിൽ ഒരു ചികിത്സാ രീതി മുന്നോട്ട് വെച്ചു. അതിനുശേഷം അതേ കാലഘട്ടത്തിൽ തന്നെ സെബാസ്റ്റ്യൻ നെയ്പ് ഔഷധ സസ്യങ്ങൾ, ആഹാരം, വിശ്രമം എന്നുള്ള രൂപത്തിൽ ആ ചികിത്സാ രീതി ഒന്ന് വികസിപ്പിച്ചെടുത്തു. ഇതേ കാലഘട്ടത്തിൽ 1700-കളിൽ തന്നെ അമേരിക്കയിൽ ജീവിച്ചിരുന്ന ഡോക്ടർ ഐസക് ജെന്നിങ്സ്, അതുപോലെ തന്നെ ഡോക്ടർ സിൽവസ്റ്റർ ഗ്രഹാം, ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഓർത്തോപ്പതി എന്ന രൂപത്തിൽ പുതിയൊരു സിസ്റ്റം അവിടെ തുടങ്ങി വെച്ചു. അതായത് ശരീരം സ്വയം ചികിത്സിക്കുന്നു എന്നുള്ള കാഴ്ചപ്പാടായിരുന്നു അവർ മുന്നോട്ട് വെച്ചത്. അതിനുശേഷം ഈ രണ്ട് ചികിത്സാ രീതിയെയും ജർമ്മൻ വംശജനായ ബെനഡിക്ട് ലെസ്റ്റ് നാച്ചുറോപ്പതി എന്ന രൂപത്തിൽ വികസിപ്പിച്ചെടുക്കുകയാണ് പിന്നീടുണ്ടായത്. പിന്നെ ജർമ്മൻ വംശജരായ തന്നെ ലൂയി കൂനി, അതുപോലെ തന്നെ അഡോൾഫ് ജസ്റ്റ്, ഇവര് രണ്ടുപേരുടെ ആശയങ്ങളിൽ ആകൃഷ്ടനായ മഹാത്മാഗാന്ധി ഇതിനെ ഇന്ത്യയിലേക്ക് എത്തിച്ചു. ഇന്ത്യയിൽ മഹാത്മാഗാന്ധി അതിനെ ലാളിത്യവും ഒരു ആത്മനിയന്ത്രണ രീതിയുമുള്ള ഒരു ജീവിത രീതിയാക്കിയിട്ട് ഇന്ത്യയിൽ അത് പ്രചരിപ്പിച്ചു. അതിനുശേഷം ഇന്ത്യയിൽ തന്നെ ആചാര്യ ലക്ഷ്മണ ശർമ്മയുടെ പാത പിന്തുടർന്ന CRR വർമ്മയും ഇതിനെ വളരെ രൂപത്തിൽ ശാസ്ത്രീയമായിട്ടും ദാർശനികമായിട്ടുമുള്ള അടിത്തറകൾ പാകി ഇതിനെ ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരള മണ്ണിൽ അതിനെ കൂടുതലായി പ്രചരിപ്പിച്ചെടുത്തു. ആരോഗ്യം പ്രകൃതിയിലാണെന്ന് മനസ്സിലാക്കിയ മഹാന്മാരുടെ ജീവിതപാത പിന്തുടർന്ന് നമ്മുടെ ജീവിതത്തിൽ ചെറിയ സ്വഭാവ മാറ്റങ്ങൾ വരുത്തി നമുക്ക് പ്രകൃതിയോട് ചേർന്ന് ഇണങ്ങി ജീവിക്കാം.